ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേന്ദ്രം ഇടപെട്ടു എന്ന് പറഞ്ഞതോടെ മെക്സെവന്റെ കാറ്റുപോയി. ഫ്യൂസ് ഊരി വിട്ടു കേന്ദ്രം. അതായത് മിലിറ്ററി ഇന്റലിജൻസ് മലപ്പുറമാകെ വളഞ്ഞു. അതോടെ ഇവർക്കൊരു അനുഭവം ഉണ്ടല്ലോ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ. അതുകൊണ്ട് ഈ എക്സസൈസിന് വരുന്ന ആളുകൾ പോലും NIA ആണോ എന്നിവർ സംശയിക്കാൻ തുടങ്ങി. അതോടെ 14 MLA-മാരടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികള്, മറ്റു മതനേതാക്കന്മാര്, മറ്റ് സാമുദായിക നേതാക്കന്മാര്, സംഘടനാ അനുഭാവികള് ഇവരൊക്കെ ഉൾവലിയാൻ തുടങ്ങി. 100-200 പേര് ഓരോ ഏരിയകളിലെയും മെക്സെവനിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഇന്നലെ നോക്കുമ്പോ 20 പേര് തികച്ചില്ല. 20 പേര് തികച്ച് ഒരു വരി തികയ്ക്കാൻ ആളില്ല. അപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളില്, അവരുടെ കടകളില്, എന്തിനേറെ പറയുന്നു, ഈ നേതാക്കന്മാരുടെ വീടുകളിൽ മീന് കൊണ്ടുവന്നിരുന്ന ആളുപോലും, ചിക്കൻ കൊണ്ടുവന്നിരുന്ന ആളുപോലും, ഇവരുടെ വീട്ടിലെ വീട്ടു ജോലിക്കാരികൾ, കടയിലെ സ്റ്റാഫുകൾ, ഇവരുടെ ക്യാമ്പുകളിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളുകൾ വരെ NIA ഉദ്യോഗസ്ഥരായി മാറിയിരുന്നു. നന്നായി ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന, മലയാളം ഒന്നുമേ പുരിയലെ അങ്ങനെയുള്ള ബംഗാളികളാണ് എന്ന വ്യാജേന ഇവന്മാരുടെ ഈറ്റില്ലത്തിനകത്തു നുഴഞ്ഞു കയറാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ ക്യാമ്പുകളില്, മതപരിവർത്തനമൊക്കെ പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ടല്ലോ, അവിടെ ഏൽപ്പിച്ചിട്ട് പോയതാരയാ? NIA ഉദ്യോഗസ്ഥരെ. ആ രൂപത്തിൽ NIA ഉദ്യോഗസ്ഥർ ഇവരുടെ വിശ്വാസം നേടിയെടുത്തിരിക്കുന്നു. ഇപ്പോ മെക്സെവനിൽ വരുന്ന വ്യായാമമൊക്കെ അഭ്യസിക്കുന്ന ആളുകൾ അടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കുന്നു. ഇവൻ NIA വല്ലോ ആണോ? അല്ല, ഇവനാരാ? ഇവൻ ആർമി വല്ലോ ആണോ? ഇവൻ മിലിറ്ററി ആണോ? ആകെ ഭയന്ന് വിറച്ച് കുറച്ചു നാളത്തേക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അറുമ്പാതമാകുന്നതുവരെ നമ്മുടെ ആരോഗ്യം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് അവരങ്ങ് തീരുമാനിച്ചു. 2 വർഷം കൊണ്ട് 1000-ലധികം ബ്രാഞ്ചുകളായി മുസ്ലിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി, അവരെ ഒരുമിപ്പിച്ചു കൂട്ടുന്നതിനു വേണ്ടി പണ്ട് കാലത്ത് ജിം സെന്ററുകൾക്ക് അതിന്റെ മറവില് ഒരുപാട് ആയുധ പരിശീലനം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് NIA റിപ്പോർട്ട് ചെയ്ത സംഗതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ മെക്സെവന്റെ കാറ്റ് പോയി, കേന്ദ്രം ഫ്യൂസ് ഊരി താഴെയിട്ടു. അതോടെ ഇനി മെക്സെവൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കാരണം ഇവരിൽ നിന്നും ഒരു നിശ്ചിത ഫീസ് ഈടാക്കി അല്ല പോകുന്നത്. ജിമ്മും കരാട്ടയും കുംഫും ഒക്കെ പോലെ ഇവരിൽ നിന്ന്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, അവരിൽ നിന്നും ഒരു ഫീസ് ഈടാക്കുന്ന ഒരു രീതിയുമില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വേറെ വിദേശ ഫണ്ടുകളുണ്ടത് വേറെ. എന്തായിരുന്നാലും കേന്ദ്രം പിടിമുറുക്കിയിട്ടുണ്ട്. ഇത് അടിമുടി ദുരൂഹതയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയൊരു ഒരു ഭീതി പടർത്തിക്കൊണ്ട് പരക്കുന്ന ഒരു വാർത്തയുണ്ട്. മെക്സെവൻ, ഈ ഒരു വാക്ക് തന്നെ പലർക്കും അപരിചിതമായിരിക്കും. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു വാക്കാണിത്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പലതരത്തിലുള്ള വ്യായാമ മുറകൾ, പല രീതിയിൽ, ഇപ്പോൾ യോഗ മുതൽ പല രീതിയിലുള്ള വ്യായാമ മുറകളും കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. പക്ഷെ ഈ മെക്സെവനും അത്തരത്തിൽ 21ഓളം വ്യായാമ മുറകൾ അടങ്ങിയ ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി കാണുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ, ട്വിറ്ററിലൊക്കെ ആദ്യം വന്ന വിഷ്വൽസ് തന്നെ ചോദ്യം അതാണ്. ഏതെല്ലാം രൂപത്തിലുള്ള സെന്ററുകൾ ഉണ്ട് ഇവിടെ? കാജുകാഡോ, കരാട്ടെ, കിക്ക് ബോക്സിങ് തുടങ്ങിയ അനേകം ഇനങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് മെക്സെവനെ മാത്രം നിങ്ങൾ കയറി ചൊറിയുന്നത്? ചോദ്യമാണേ. ഈ ഒരു ഇതിനെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു കാര്യം വന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഭീതി ഇതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? അല്ല, ഭീതി അല്ലെങ്കിൽ ഒരു ദുരൂഹത സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല.
ധാരാളം കൂട്ടായ്മകൾ ഇതുപോലെ ഉണ്ട്. ഇപ്പൊ ഈ ചിരി എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ശ്വാസോച്ഛ്വാസം വെച്ചിട്ട് പ്രാണായാമം മാത്രം, യോഗയിൽ തന്നെയുള്ള പ്രാണായാമം മാത്രം വെച്ച് ചെയ്യുന്ന എക്സസൈസ്, അതിന്റെ വിവിധ. ഇപ്പോ കേരളത്തിൽ തന്നെ മേജർ രവി അക്കാദമി തന്നെ പലയിടങ്ങളിൽ അത് കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് നേടുക എന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പ്രാദേശികമായി തന്നെ ഒരുപാട് ഈ നടക്കുന്ന വേറൊരു പോയിന്റ് ഉണ്ട് ഇവിടെ. സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി മുമ്പ് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിൽ നിന്നും അദ്ദേഹം വളണ്ടിയർ എടുത്തെന്ന് പറയപ്പെടുന്നു, അറിയില്ല അതോ പെൻഷനായോ, എന്തായിരുന്നാലും റിട്ടയർഡ് ആണ് ആള്. അങ്ങനെ വിരമിച്ച, ഇന്ത്യൻ ആർമിയിൽ നിന്നും വിരമിച്ച ഒരാൾ എങ്ങനെ പ്രൈവറ്റായിട്ട് ഒരു സംഘം ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കും, എങ്ങനെ പരിശീലനം ചെയ്തു കൊടുക്കും? അത് ഇന്ത്യൻ ആർമിയുടെ റൂളിനെതിരാണല്ലോ. സൈക്ലിംഗ് കൂട്ടായ്മകൾ ഇതൊക്കെ ധാരാളമുണ്ട്. പക്ഷെ മെക്സവൻ എത്രയും ഈ ഒരു വലിയ ദുരൂഹത മെക്സവന്റെ പേരിൽ വരാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പോഴും മെക്സവന് പിന്നിൽ ഈ പറയുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത തീവ്രവാദ സംഘടനകളാണോ എന്നൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ചില ദുരൂഹതകൾ അവിടെയുണ്ട്. ആ ദുരൂഹതകൾ കേരളം ചർച്ച ചെയ്യപ്പെടുക. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഇതൊരു സൈനികൻ സ്ഥാപിച്ചതാണ്. സ്വാഭാവികമായും സൈനികൻ തന്റെ വിരമിക്കലിന് ശേഷം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചതിന്റെ ഭാഗമായി ഒരു പദ്ധതി ആ സൈനികൻ വികസിപ്പിക്കുന്നു. അതിനുശേഷം ഇത് ഇങ്ങനെ പരക്കുകയാണ്. 1000-ഓളം യൂണിറ്റുകൾ മെക്സവന്റെ കീഴിൽ. ഇതിനൊരു വാണിജ്യ സ്വഭാവമൊന്നുമില്ല. ഇതുകൊണ്ട് ആരെങ്കിലും ലാഭം ഉണ്ടാക്കുന്നു ഒന്നുമില്ല. ഇത് തീർച്ചയായും അമച്ചുറായിട്ട് നടക്കുന്ന കാര്യമാണ്. അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കേരളം മുഴുവൻ പരക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. 1000 യൂണിറ്റുകൾ ഉണ്ടാകും. പക്ഷേ ഈ 1000 യൂണിറ്റുകളും മുസ്ലിം പോക്കറ്റുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യിലായതുകൊണ്ട് മാത്രമാണോ ഇതിന് സംശയദൃഷ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ ഒരു ചോദ്യം. അത് മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യാപകമായി കാണാൻ പറ്റുന്നത് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം. സാധാരണ ഇത് രണ്ടും ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പൊ ആരോഗ്യ പരിപാലനം സ്ത്രീകളുടെയും കൂടെ കർത്തവ്യമാണ്. അവരും ഇതിൽ പങ്കാളികളായേ പറ്റുള്ളൂ. എല്ലാ വ്യായാമ മുറകളും സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. കാര്യം അവരുടെ ദേഹത്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെ? ഒരു സ്ത്രീയാണ് ഒരു അമ്മയായി കഴിയുമ്പോഴൊക്കെ അവരുടെ ദേഹത്ത് ഒട്ടനവധി മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ വ്യായാമം പുരുഷനെക്കാളും ഒരു പടി കൂടി സ്ത്രീകൾക്ക് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സംശയ ദൃഷ്ടി എന്നുള്ളതാണ്. ഈ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ് ഇതിന് രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ വീണ്ടും ചോദിക്കുന്നത്. ഈ ഒരു മതവിഭാഗം, പ്രത്യേക മതവിഭാഗം മാത്രം ഇതിൽ പങ്കെടുക്കുന്നു, രണ്ടാമത് അതിൽ തന്നെയുള്ള സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും സംശയദൃഷ്ടിയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത്. അതിനുള്ളൊരു കാരണം എന്താ? അത് ഈ മെക്സവൻ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള മേഖലകൾ, ആ മേഖലകളിൽ മുസ്ലിം മെജോറിറ്റി പരമ്പരാഗതമായ മതരീതികൾ പിന്തുടരുന്ന മേഖലകളാണ്. സ്റ്റേജിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടിക്ക് പോലും കയറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മേഖലയാണ്. മാത്രമല്ല, ഇവർക്ക് ഈ പറയുന്നത് വെറുതെ സ്റ്റേജിൽ കയറുന്നതല്ല, പഠിച്ച് അവളുടെ കഴിവും മികവും തെളിയിച്ച സമർത്ഥയായ ഒരു വിദ്യാർത്ഥിനി, ആ പെൺകുട്ടി അർഹിക്കുന്ന ഒരു സമ്മാനം നൽകാൻ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് സമസ്തയുടെ അബ്ദുള്ള മുസ്ലിയാര് തുള്ളിയത് ഉറഞ്ഞ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മലപ്പുറത്തെ ഒരു പെൺകുട്ടി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കയറിയതിന്റെ പേരിൽ ഉണ്ടായ പുകില് നമ്മൾ മറന്നിട്ടില്ല. എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് തട്ടമിട്ട ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചതിന്റെ ഭൂകമ്പം നമ്മൾ മറന്നിട്ടില്ല. ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ അതിന്റെ മാതാവ് മരിച്ചപ്പോൾ പോലും പള്ളിയിൽ അടക്കം ചെയ്യാൻ സാധിക്കുന്നില്ല, മറന്നിട്ടില്ല. മലപ്പുറത്തൊരു പെൺകുട്ടി ആദ്യമായി സ്കൂട്ടർ ഓടിച്ചപ്പോൾ അയൽവാസിയായ യൂസഫ പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ച് കേസായത് നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ അവിടെയാണ് പിന്നീട് പൈലറ്റ് വന്നത്. അത് വേറെ, മുസ്ലിം പൈലറ്റ് പെൺകുട്ടി തന്നെ ഹജ്ജ് തീർത്ഥാടക സംഘത്തെ തന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയി. അതൊക്കെ ഇത്തരം എതിർപ്പുകളെ ബ്രേക്ക് ചെയ്തും ചോദ്യം ചെയ്തും തന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നേടിയെടുത്ത് പെൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത് കൊണ്ട് നേടിയെടുത്തതാണ്. പിന്നീട് അത് മതത്തിന്റെ പേരിലാണ് വന്നത്. അത് പോട്ടെ, സാരമില്ല. പിന്നെ ഞാനും ഒരു പെൺകുട്ടി പൈലറ്റ് ആയതിനെ സംബന്ധിച്ചിട്ട് കണ്ടോ, മതം നൽകുന്നതല്ല, മതത്തെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ആ പെൺകുട്ടി നേടിയെടുത്തതാണത്. ശരി, സാമൂഹികമായ ഒരു വ്യായാമ രംഗത്ത് വരാനോ ജാഥകളിൽ പങ്കെടുക്കാനോ അവിടെ നൃത്തം ചെയ്യാനോ ഒന്നും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത് പോത്തേ, കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പോത്തേ. റഹ്മത്തുള്ള കാസിമി മുത്തേടം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച സ്ത്രീകളെ വിളിച്ച പദമാണിത്. വാഹനം ഓടിക്കുന്നതിൽ പോലും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾ അതിനൊന്നും അനുവദിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം ഇത്ര പെട്ടെന്ന് മാറണമെങ്കിൽ നമുക്കറിയാം,
റാലികളിലോ ഘോഷയാത്രകളിലോ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദമില്ല എന്നിരിക്കെ ഇവിടെ നടന്ന വനിതാ മതിലിലും CAA വിരുദ്ധ പ്രക്ഷോഭത്തിലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്തടക്കം CAA വിരുദ്ധ പ്രക്ഷോഭം നടത്തിയത് വനിതകളെയും പുരുഷന്മാരെയും കർട്ടനിട്ട് വേർതിരിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരോടൊപ്പം ഇത്രയധികം സ്ത്രീകൾ പരമ്പരാഗതമായ മുസ്ലിം വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ വ്യായാമത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ കാതലായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഈ പറയുന്ന പോലെ നവോത്ഥാന മാറ്റമല്ല, അവിടെ എന്തോ ഇൻജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി. അതാണ് സത്യം. മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലകളും ഇവര് വെറുതെ വിടാറില്ല. അപ്പോ ഇതിന്റെ കാതലായ വശം ഇത് തന്നെയാണ്, വേറെ സംശയങ്ങളൊന്നുമില്ല. ഇതിന് പിന്നിൽ ഒരു കാര്യലാഭവുമില്ല, ഒരു പ്രോഫിറ്റബിളുമല്ല. എന്നാലും എങ്ങനെയാണ് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ മുസ്ലിം മെജോറിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നാൽ മതി പേറുയന്ത്രമായി എന്ന് പറയുന്ന ആളുകൾ സ്ത്രീകളെയും രംഗത്തിറക്കുന്നു. ഇത് നിങ്ങൾ ഈ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടകളല്ലെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകളല്ലെങ്കിൽ കോടതി തെളിയിക്കട്ടെ, എന്തിനാ ഭയക്കുന്നത്? ഇതിനെ ആരാദ്യം വിമർശിച്ച് രംഗത്ത് വന്നത്? CPM-ന്റെ മോഹനൻ മാസ്റ്റർ. രണ്ടാമതാരാ വരുന്നത്? സമസ്ത തന്നെയാണ്, AP ആണ് വരുന്നത്, AP വിഭാഗം. അപ്പോ മുസ്ലിം സംഘടനകൾക്ക് പോലും നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഘത്തോടൊപ്പം സുന്നി യുവാക്കളോ യുവതികളോ പങ്കെടുക്കരുത്, അത് അപകടമാണ് എന്ന് പറയണമെങ്കിൽ ആ അപകടം കോടതി അങ്ങ് കണ്ടെത്തട്ടെ. ആരോപണ വിധേയരായവർ മിണ്ടാതെ നിൽക്കുക.